നമ്മളിന്ന് നോക്കുന്നത് 10th ലെവല് അടിസ്ഥാനപ്പെടുത്തി നടന്ന കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒരു 80 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, നീരജ് ചോപ്ര. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2019. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പി വത്സല. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 15. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, കസ്തൂരി രംഗൻ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, താലോലം. 2021 ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടിയതാര്? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേക്കുവാണ്, കാരണം ഇതിനകത്ത് ആൻസർ ഇല്ല. റൈറ്റ് ആൻസർ KP കുമാരനാണ്. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, തിരുവനന്തപുരം. അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഉത്തര മഹാസമതലം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ലൂണി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പരുത്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, മേഘാലയ. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓപ്ഷൻ ഡി. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, മണികരൺ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അരുണാചൽ പ്രദേശ്. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സോജില. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഖാരിഫ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ
നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, NW2. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 1946 ഡിസംബർ 9. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവന: ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. 1, 2, 3 പ്രസ്താവന ശരിയാണ്. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17-കാരി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മലാല യൂസഫ്സായി. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ആന്ധ്രാപ്രദേശ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 42. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. റൈറ്റ് ആൻസർ വരുന്നത് ആൽമരം എന്നാണ്. അതാവാം ഇത് ക്യാൻസൽ ആവാൻ കാരണം. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ആനന്ദമഠം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, അയിത്ത നിർമാർജനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 2005. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, തൃശൂർ. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം?
റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ചാന്നാർ ലഹള. കൊച്ചി രാജപ്രജ മണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്, ഇതിനകത്ത് ആൻസർ ഇല്ല. വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ സെക്രട്ടറിയും എസ് നീലകണ്ഠ അയ്യർ പ്രസിഡന്റുമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, രാമനമ്പി. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കബനി. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ചിന്നാർ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമേത്? ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമേത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1956 നവംബർ 1. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്?
റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, അഹമ്മദാബാദ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, രാജ് ബിഹാരി ബോസ്. തെഭാഗ സമരം നടന്നത് എവിടെയാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, ബംഗാൾ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം. ഓപ്ഷൻ ബി, സമ്പാദ് കൗമുദി. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1929 ലാഹോർ സമ്മേളനം. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, വി പി മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് വേറൊരു രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കരൾ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചുവലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചുവലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ടെറ്റനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. രക്തം കട്ടപിടിക്കാൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, വിറ്റാമിൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ആൻസർ ബി ആണ്, എംഫിസിമ. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മൃതസഞ്ജീവനി. തെങ്ങിന്റെ സങ്കരയിനമല്ലാത്തത് ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കാസർഗോഡ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സസ്യബുക്ക്. അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മെയ് 22. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 മുതൽ കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, അപ്പിക്കോ പ്രസ്ഥാനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഹീലിയം.
ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ഇരുമ്പിന്റെ അയിരുകൾ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, നൈട്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമേത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഹൈഡ്രജൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 30 ഡിഗ്രി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, യുറാനസ്. പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? പാരമ്പര്യ ഊർജ സ്രോതസ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, LPG. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഊഞ്ഞാലിന്റെ ചലനം. നമ്മൾ 80 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിട്ടുള്ളത്. മാത്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.